ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുമായി ഇൻഡിഗോ വിമാനം ഡൽഹിയിലെത്തി. ജമ്മു കാശ്മീരിലെ 90 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 110 പേരാണ് തിരികെ എത്തിയത്. സുരക്ഷിതമായി നാട്ടിലെത്താൻ സഹായിച്ചതിന് വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞു. We were terrified and we saw some drones and injured people, damaged buildings and missiles from far away. But we were very terrified. The missiles scared us a lot, but we are in India now. We are very happy. അശാന്തിയുടെ മുനമ്പിൽ നിന്ന് ആശ്വാസ തീരത്തേക്ക് വിദ്യാർത്ഥികൾ. അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് 110 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇൻഡിഗോ വിമാനം പുറപ്പെട്ടത്. ദോഹ വഴി പറന്ന വിമാനം പുലർച്ചെ 3:30 ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു. ഇന്ത്യൻ പതാക ഏന്തിയാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത്. आई एम सो थैंकफुल टू एम्बेसी एंड इंडियन गवर्नमेंट, जैसे उन्होंने हमें इवैक्यूएट किया और जो भी एम्बेसडर हमारे साथ थे बहुत ही अच्छे थे और मैं उनका थैंकफुल हूँ. फ्यूचर का तो मुझे अभी पता नहीं है, फ्यूचर का व्हाटएवर विल बी तो उसका मुझे तो नहीं पता है फ्यूचर में क्या होगा. इंडियन एम्बेसी ने बहुत हेल्पफुल थे. दे प्रोवाइड एवरीथिंग, दे प्रोवाइड फूड, दे प्रोवाइड अकोमोडेशन. വന്ന 110 പേരിൽ 90 പേരും ജമ്മു കശ്മീർ സ്വദേശികളാണ്. 20 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും. ആദ്യ സംഘത്തിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല. ടെഹ്റാനിൽ നിന്നും 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയത്. ടെൽ അവീവിലുള്ള ഇന്ത്യക്കാരെ ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി തിരിച്ചെത്തിക്കാനുള്ള നടപടികളും തുടരുകയാണ്. 24 ഡൽഹി.